ബിസിനസ്സിൻ്റെ ഏറ്റവും ബേസ് സിസ്റ്റംസ് ആണെന്നും അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ വേണമെന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കും. ഒരൊറ്റ ലുക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് കോംപ്ലക്സ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കും ഇതിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലുള്ള ടീം മെമ്പേഴ്സിനും ശരിക്കും ഒരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളത്, എന്നും ഡെയിലി ഒരു റിപ്പോർട്ട് അതിൻ്റെ മുകളിലുള്ള ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു സാധനത്തിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സെയിൽസിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫാണെന്ന് വിചാരിക്കാം. അവിടെ ഏറ്റവും ബേസിക് ആയിട്ട് എനിക്ക് തോന്നിയ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നും ഡെയിലി അയക്കേണ്ട ഈ വാട്സപ്പ് മെസ്സേജ്, ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് മതി സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് ഷീറ്റിലേക്കൊക്കെ പോകാം. ഒന്നാമത്തതാണ് എത്ര പുതിയ ലീഡ്സ് വന്നു എന്നുള്ളത്. അത് എത്രത്തോളം മാർക്കറ്റിങ്ങിൽ എഫക്റ്റീവായി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഫസ്റ്റത്തെ സാധനമാണ് എത്ര പുതിയ ലീഡ്സ് വന്നു. രണ്ടാമത്തതാണ് ഇങ്ങനെ വന്ന ലീഡ്സിൽ തന്നെ എത്രത്തോളം ക്വാളിഫൈഡ് കസ്റ്റമർ ആണെന്നുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും തെറ്റിദ്ധരിച്ച് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടാവും. അത് അൺഫിറ്റ് കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എത്ര ക്വാളിഫൈഡ് ലീഡ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് നമ്മളെ മാർക്കറ്റിംഗ് ഉള്ളത്, എത്രത്തോളം കറക്റ്റ് പൊസിഷനിങ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്താണ് എത്ര ഫോളോ അപ്പ് നടന്നു എന്നുള്ളത്. പലപ്പോഴും വിട്ടുപോകും, എത്ര ഫോളോ അപ്പ് നടന്നു എന്നുള്ള റിപ്പോർട്ട് വാങ്ങാൻ വിട്ടുപോകും. അതുണ്ടെങ്കിലാണ് എത്രത്തോളം എഫക്റ്റീവായിട്ട് സെയിൽസ് നടക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അന്ന് വന്ന ലീഡ്സിനല്ല ശരിക്കും അന്ന് വിളിക്കേണ്ടത്. അന്ന് വന്ന ലീഡ്സിനെ വിളിക്കണം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ മുന്നത്തെ ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്ത് വിളിക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് എഫക്റ്റീവ്ലി സെയിൽസ് നടക്കുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ എത്രത്തോളം കൺവേർട്ട് ആയിട്ടുണ്ട് എന്ന് പറയും. കൺവേർഷൻ തന്നെ നമ്മൾ കറക്റ്റ് പർച്ചേസ് എന്നുള്ളത് മാത്രം ട്രാക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല, പർച്ചേസിലേക്ക് നയിക്കുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ബുക്കിംഗ് കോൾ ആയിരിക്കും, 1-to-1 മീറ്റിംഗ് ആയിരിക്കും. ഇതായിരിക്കാം ചിലപ്പോൾ ഇനീഷ്യലി നമ്മൾ വെക്കുന്ന ഒരു പോയിന്റ്. അപ്പോൾ ആ പോയിന്റിലേക്ക് എത്ര എത്തി എന്നുള്ളൊരു പോയിന്റ് മതി. ഇങ്ങനെ വളരെ ചുരുക്കമായിട്ടുള്ള 2-3 നമ്പേഴ്സ് എന്നും വാട്സപ്പിൽ അയക്കുന്ന ഒരു സിനാരിയോ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനത്തെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ പാടെ അനലൈസ് ചെയ്തിട്ട് പിന്നെ ഷീറ്റിലേക്ക് പോയാൽ മതി. ഏറ്റവും ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു സാധനത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസ്. അതിന് ശേഷം ആലോചിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ, SOP, ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ശേഷം ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റിൽ രേഖപ്പെടുത്തുക.